ഞാനിപ്പോൾ നിൽക്കുന്നത് സുന്ദരവാന്യപുരത്തൊന്നും അല്ലടേ, നമ്മളെ നെയ്യാറ്റിൻകരയിലെ ഊരമ്പള എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ സൂര്യകാന്തി ചെടി നട്ട് കൃഷി നടത്തി പൂത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് വന്ന് നോക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ സിനിമയുടെ ഒപ്പീനിയൻ ഇവിടെ വെച്ച് പറയാമെന്ന് വിചാരിച്ച്, ഫാമിലിയായിട്ടൊക്കെ വേണമെങ്കിൽ വന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. 30 രൂപയാണ് ടിക്കറ്റ്. സിനിമയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മുമ്പ് ലൈവൊക്കെ വരുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, KGFൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡേ KGF അവിചാരിതമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. ആ സമയത്തൊക്കെ തിയേറ്ററൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട്, അതുപോലെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് മാറി. പഴയ സിനിമകളൊന്നും ആ ഒരു ബോംബ് പടങ്ങളൊന്നും കാണാൻ പറ്റുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമൊന്നും അല്ലായിരുന്നു അപ്പോഴെനിക്കൊരു ആഗ്രഹം തോന്നി, പണ്ടത്തെ പോലത്തെ ഏതെങ്കിലും ഒരു കൂതറ തിയേറ്ററിൽ തറ ടിക്കറ്റിൽ പോയിരുന്നിട്ട് ഒരു ബോംബ് പടം കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അന്ന് വൈകുന്നേരം 4 മണിക്ക് ഇതിൻ്റെ ട്രെയിലർ ഉണ്ട്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടനും കൂടി എന്നാൽ ഇതിനപ്പോൾ ഇനി പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും കൂറ തിയേറ്ററായിട്ടുള്ള ധന്യാരമ്യയിൽ പോയിട്ടാണ് KGF 1 കാണുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു 2005 മുതൽ 2010 ആ കാലഘട്ടത്തിൽ ഇപ്പോൾ തമിഴിലെ ഈ അന്യൻ, അതുപോലെ പോക്കിരി, വേട്ടക്കാരൻ, ആ ഒരു ഇതുണ്ടല്ലോ, ആ സമയത്തൊക്കെ തിയേറ്ററുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമകൾ മലയാള സിനിമയെ കാർന്ന് തിന്നുന്നു എന്നുള്ള ഒരു വിഷയം വന്ന ഒരു സമയമായിരുന്നു. ഉത്സവമായിരുന്നു ഓരോ തമിഴ് റിലീസുകളും. തിരുവനന്തപുരം അഞ്ജലി, അങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു 90 കിഡ്സ് എന്ന നിലയ്ക്ക് ആ ഒരു സമയത്തെ സിനിമ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നൊസ്റ്റാൾജിയെ കൊണ്ടു നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിലുള്ള ഒരു വിരുന്ന് തന്നെയാണ് മദഗജ രാജ. സമയത്ത് ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ വൈബ് ഒരു 90 കിഡ്സ് എന്ന നിലയ്ക്ക് ത്രൂ ഔട്ട് ഈ സിനിമ തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത്, അത് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് സന്താനത്തിൻ്റെയൊക്കെ ഒരു പീക്ക് ടൈമായിരുന്നു. സന്താനം ഉണ്ടെങ്കിൽ സിനിമയുടെ പകുതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ രീതിയിൽ പുള്ളി കെയർ ചെയ്യുന്ന സമയമായിരുന്നു. പിന്നീട് പുള്ളി എങ്ങാണ്ടോ നായകനൊക്കെ ആയി ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ ആ ഒരു വിൻറ്റേജ് സന്താനത്തിനെ മിസ്സാക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ വിജയ് ആൻ്റണിയുടെ ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്നു. നാക്കുമുക്ക, വേട്ടക്കാരൻ്റെ പാട്ടുകൾ, അങ്ങനെ ഏത് പാട്ടെടുത്താലും നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന പാട്ടുകൾ. അപ്പോൾ ആ പാട്ടൊക്കെ അതുപോലത്തെ ഒരു സാധനം ഈ സിനിമയിൽ നല്ല രീതിയിൽ തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് മറ്റേ വിശാൽ പാടി കൊളാക്കിയ ഒരു പാട്ടുണ്ട് ഈ പടത്തിൽ, DR ലബ്ബർ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ലാസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് വിജയ് ആൻ്റണിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പോകണമെന്നൊക്കെ ട്രോള് ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അന്ന് എന്തുകൊണ്ടോ അന്ന് ആ സിനിമ ഇറങ്ങിയില്ല. പക്ഷേ അന്ന് ആ സിനിമ ഇറങ്ങാതെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയത് ഒരുപക്ഷെ നല്ലതായിരിക്കും. കാരണം അന്ന് ഇതുപോലത്തെ കുറേ പടങ്ങൾ വരുന്നുണ്ട്. ഇത് വന്ന് ഒരു സാധാ ഒരു പടം പോലെ വന്നിട്ട് പോകുന്ന ഒരു ഇതേ ഉള്ളൂ. ഇതിൽ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക് എലമെൻറ്റ്, ഒരു വിൻറ്റേജ് വൈബ് ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ പൊങ്കലിൽ തിയേറ്ററിൽ തമിഴ്നാട്ടിൽ വൻ വിജയമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ വേറെ ലാഗോ പരിപാടിയോ ഒന്നുമില്ല. നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് സിനിമ പോകുന്നുണ്ട്. പിന്നെ അന്നത്തെ സമയത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളവന്മാർ പോകണ്ട. കോമഡിയിൽ സന്താനത്തിൻ്റെ അറിയാലോ, ഡബിൾ മീനിങ്ങും ബോഡി ഷേമിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിലും ഉണ്ട്. അതുപോലെ പാട്ടുകൾ, നായികമാർ, ഫാൻസി ഡ്രസ്സ് പരിപാടി, ബോഡി ഷോ, ആ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് തിയേറ്ററിൽ നമ്മൾ ഒന്നും നോക്കാതെ ആഘോഷിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ. ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിനിമയെക്കുറിച്ച് നോക്കാതെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നിലയ്ക്ക് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്തുള്ള ഒരു സിനിമ വീണ്ടും കാണുമ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ദേവദൂത റിലീസ് ചെയ്തപ്പം ഉണ്ടായതിൻ്റെ ഒരു ജനസ്വീകാര്യതയ്ക്ക് അപ്പുറം തമിഴ്നാട്ടിൽ ഈ സിനിമ ഒരു തരംഗം സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് ഇതിപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇറങ്ങണ മാസ് മസാല പടം, ഗെയിം ചേഞ്ചർ എന്നൊരു പടം ഇപ്പോൾ ഇറങ്ങി, അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനെയൊക്കെ പൂവിട്ട് തോടണം. സന്താനം വരണ സീനുകൾ വാ തുറന്ന ചിരികൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോമഡികളായിരിക്കും, ചളിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. കുറേ നല്ല കോമഡി മൂവ്സ് ഇതിലുണ്ടായിരുന്നു. മനോബാലയുടെ ഒരു സീക്വൻസ് ഉണ്ട്, മൊട്ടരാജൻ്റെ സീക്വൻസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് മാത്രമല്ല, പാട്ട്, ഫൈറ്റ്, സംഭവമൊക്കെ ആയിട്ട് ഒരു മാസ് മസാല പടം അങ്ങനെ പോകുന്നുണ്ട്. നല്ല ഓളത്തിൽ സ്പീഡിൽ പടം കണ്ടു തീർക്കാം. ഫസ്റ്റത്തെ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ മറ്റേ പഴയ മാട്ട ഫോണ്ടിലുള്ള സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. ഇത് പുതിയ എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 2K പ്ലെയേഴ്സിന് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഇപ്പോഴത്തെ മാസ് ആക്ഷൻ പടങ്ങളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇത് നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ലോജിക്ക് കത്തി പരിപാടിയൊക്കെ എല്ലാം ഉണ്ട്, ലോജിക്കൊന്നും നോക്കണ്ട. മാത്രമല്ല ഇതിൽ 1-2 ക്യാമിയോസ് വരുന്നുണ്ട്. ആ സമയത്ത് ക്യാമിയോസ് ഭയങ്കര കെയർ ചെയ്യുന്ന ക്യാമിയോസാണ്. പക്ഷേ ഇപ്പോഴും അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് അന്യൻ, അതുപോലത്തെ സിനിമകൾ, വേട്ടക്കാരൻ, ഇങ്ങനത്തെ സിനിമകളൊക്കെ ആ സമയത്ത് തിയേറ്ററിൽ ആഘോഷിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പം ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അന്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് കേട്ടോ. വിശാലിനൊപ്പം അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും മറ്റേ ഈ പാട്ടിന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടും ബോഡി ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. എന്നാലും ക്ഷമിക്കാവുന്ന സാധനമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ക്രിഞ്ചായിട്ടൊന്നും തീരെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. 1-2 സ്ഥലങ്ങളിൽ കുറച്ച് അത്, പക്ഷേ നമ്മൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണെന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പം ഇഗ്നോർ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ മനോബാല, പുള്ളി ഇനി സ്ക്രീനിൽ കാണാൻ പറ്റില്ല, ഇനി വരണമെങ്കിൽ വല്ല ഏറ്റവും വരേണ്ടി വരും. പുള്ളിയുള്ള സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിൽ സോനു സൂദായിരുന്നു വില്ലൻ, ഒരു കോർപ്പറേറ്റ് വില്ലൻ, ടിപ്പിക്കൽ ഒരു വില്ലൻ. പിന്നെ മണിവർണ്ണൻ, അദ്ദേഹവും നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിതിൻ സത്യ, സതഗോപൻ, രമേശൊക്കെയാണ് മെയിൻ റോളിൽ വന്നിട്ടുള്ളത്. പിന്നെ രാജേന്ദ്രനുണ്ട്, മൊട്ട രാജേന്ദ്രനുണ്ട്. അതുപോലെ മലയാളിയായിട്ടുള്ള ജോൺ കൊക്കൻ അപ്പോഴേ പടത്തിലുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്നേ ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പുള്ളിക്കാർ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ തന്നെ, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എന്നുള്ളത് ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും പുള്ളിയുടെ ഒരു റോള് പുള്ളി അങ്ങ് ചെയ്തു പോയിട്ടുണ്ട്. വിജയ് ആൻ്റണി എന്തിനാണ് നിങ്ങൾ നായകനായിട്ടൊക്കെ അഭിനയിക്കാൻ പോണത്? ഇത് പാട്ടുകളൊന്നും ഭയങ്കര പാട്ടുകളൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു മാസ് മസാല പടത്തിലെ പാട്ടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വൈബായിരുന്നു തിയേറ്ററിൽ കാണാൻ വേണ്ടി. ഇവൻ ഞാൻ പറഞ്ഞ മറ്റേ പാട്ടുണ്ടല്ലോ, ഡിയർ ലവർ, അതും ഒരു രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും നമ്മൾ ആ സമയത്തുള്ള ആ ഒരു മാസ് മസാല പടത്തിൻ്റെ അതേ ടെംപ്ലേറ്റാണ്. അപ്പോൾ അന്നകാലത്ത് ആ സിനിമകൾ കണ്ടു കിടന്ന ഒരു ഓർമ്മയിൽ ആ സമയത്തേക്ക് എന്നെ പിന്നിലോട്ട് കൊണ്ടുപോയ ഒരു സിനിമയായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത്. ഭയങ്കര മറ്റേ വലിയ പടമൊന്നുമല്ല, പക്ഷേ ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് ഒരുപാട് ചിരിക്കാനുള്ള അത്യാവശ്യം നല്ല മൊമെൻറ്റ്സൊക്കെ ഉള്ള ഒരു മാസ് മസാല പടമായിട്ട് ഇപ്പോഴും ഇത് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും പൊങ്കൽ തൂക്കിയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തരാ വരട്ടെ.